ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു കിച്ചൺ ടിപ്പാണ്. നന്നായി തീ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റൗവിൽ ഫ്ലെയിം കുറഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലം മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടാകാറില്ലേ? സാധാരണ ഇങ്ങനെ ഫ്ലെയിം കുറഞ്ഞു പോകുന്ന ടൈമിൽ സ്റ്റൗ സർവീസിന് കൊടുക്കുകയല്ലേ ചെയ്യാറ്? വളരെ എളുപ്പത്തിൽ സിമ്പിൾ മെത്തേഡിൽ ഇതെങ്ങനെ ശരിയാക്കി എടുക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ദാ കണ്ടോ, ഈ ബർണറിൽ ഫ്ലെയിം വളരെ കുറവാണ്. ഫുൾ ഫ്ലെയിമിലാണ് ഞാനിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. എൻ്റെ ഈ സ്റ്റൗ കുറച്ച് പഴകിയതാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ പ്രോബ്ലം വരാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം വന്നിട്ടുള്ളത് ഈ മീഡിയം അടുപ്പില്ലേ, ഇതിനാണ്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്, ഇത്ര മാത്രമേ ഇത് കത്തുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നാണ് നോക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല, പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ സ്റ്റൗവും റെഗുലേറ്ററും ഒന്ന് ഓഫ് ചെയ്യാം. മറക്കാതെ റെഗുലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ. ഇനി സ്റ്റൗവിലെ 3 ബർണറും അഴിച്ചു മാറ്റാം. ഇപ്പോൾ കത്തിച്ച സ്റ്റൗ ആയതുകൊണ്ട് തന്നെ ചൂടുണ്ട്. ഒരു തുണി ഉപയോഗിച്ച് എല്ലാം എടുത്തു മാറ്റാം. 3 ബർണറും അഴിച്ചു വച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റൗ ഒന്ന് മറിച്ച് വെക്കാം. ദാ ഇതുപോലെ. ഇപ്പോൾ നിങ്ങൾക്കിതിൽ 3 വലിയ പൈപ്പ് കാണാൻ പറ്റും. അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ 3 പൈപ്പും കാണാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മുടെ സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുന്നത്. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ആകെ വേണ്ടത് ഒരു വയറാണ്, ഇതുപോലുള്ളത്. ഇതിലെ ഇൻസുലേഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ കോപ്പർ വയർ മാത്രമാണ് വേണ്ടത്. ഈ കോപ്പർ വയർ സെറ്റിൽ ഒറ്റയൊരു പീസ് വയർ മാത്രം മതി നമുക്കിത് ക്ലീൻ ചെയ്യാൻ. ഈ വലിയ പൈപ്പില്ലേ, ഇതിനുള്ളിൽ ഒരു ചെറിയ നോബ് ഉണ്ടാകും, ഒരു ഗോൾഡൻ കളറിൽ. അതിനുള്ളിലായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഈ ഹോളിനുള്ളിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കോപ്പർ വയറില്ലേ, അതിലൊരു വയർ എടുത്ത് ഈ ഹോളിലൂടെ കുത്തിക്കൊടുക്കണം. 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടായാൽ അത് മാറിക്കിട്ടും. ഈ സ്റ്റൗവിൻ്റെ ബാക്കിയുള്ള 2 നോബിലും കൂടി ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. സ്റ്റൗ ഇനി നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിച്ച്, അതായത് മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് കുലുക്കി കൊടുക്കുക. ബർണറിൻ്റെ ഉള്ളിൽ പൊടി കുടുങ്ങിയിട്ടുണ്ടാകും, അത് പുറത്തേക്ക് വീഴാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ. ഇതാ ഇത് നോക്കിയേ, ഇത് ബർണറിൻ്റെ ഉള്ളിൽ നിന്ന് വീണ പൊടിയാണ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ സൈഡിലെ പൈപ്പ് കണ്ടോ, ഈ പൈപ്പ് ലൂസായിട്ടില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ലൂസായി കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കാം. കണ്ടോ, നന്നായിട്ട് കത്തുന്നത് കണ്ടോ? ചില സ്റ്റൗവിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ഫ്ലെയിമിൻ്റെ പ്രോബ്ലം വന്നാൽ ചെയ്ത് നോക്കണം കേട്ടോ. സ്റ്റൗ അഴിച്ചുള്ള പണിക്കൊന്നും നിൽക്കരുത്, അപകടം ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.